ഇവിടെ വന്ന് 4 എണ്ണം കിട്ടിയപ്പോ പയ്യന്മാരങ്ങ് മിടുക്കന്മാരായി. ഒറ്റ ദിവസം കൊണ്ട് അവന്മാർക്ക് നല്ല പേരായി. ടിവിയില് മുഴുവൻ അവന്മാരായിരുന്നല്ലോ. വന്നപ്പോ തന്നെ അടിച്ചോടിച്ചത് എന്തായാലും നന്നായി. തനിക്ക് ഈ പെട്ടിയൊന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നോളൂ. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പോയിട്ട് വരിക. നമ്മുടെ നാടിന്റെ വികസന പദ്ധതികളാണ് ഇതിനകത്ത്. വാർഡിലൊരു വികസനവും നടന്നില്ലെങ്കിലും ഇവൻ പദ്ധതി എന്ന് പറയാൻ പഠിച്ച്. കൊക്കാല സുലൈമാൻ എന്താ തിരിഞ്ഞിരിക്കുന്നത്? സുലൈമാൻ കഴിക്കണ്ട, ഇത് ഞാൻ കഴിക്കാം. ഇപ്പൊ ഞാൻ സുലൈമാനല്ല, സുരേന്ദ്രനാ. ഞാൻ ഹിമാറാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ വലിയ നിയമം പറയുന്നവനല്ലേ? വീടില്ലാത്ത എന്നെ പോലുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് പഞ്ചായത്തിൽ കൊടുക്കുന്നില്ലേ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് കൊടുക്കുന്നുള്ളൂ. കൊറേ കാലം ഇവൻ ദാരിദ്ര്യം പിടിച്ച രേഖയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട്. രേഖാമൂലം നിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭൂമി വെച്ചിട്ടൊരു വീട് വെക്കുവലായതാ. ഭൂമിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഭൂമിക്കൊക്കെ ഭയങ്കര വില കുറവ്. എന്തിനാണ് അടിച്ചത്? വില കുറവുള്ളതുകൊണ്ട്. ഇവന്റെ പേരിലുള്ളത് എന്റെ മോന്റെ മണ്ണ. വില്ലുവേലായുധം വിശ്വസ്തനായ ബിനാമി മാത്രം. അറിയോ? ഇനി ആരെങ്കിലും ആ ഭൂമി മുറിച്ചു വെക്കാൻ വില്ലിന് ഉപദേശിച്ചാൽ കൊന്നുകളയും. ഞാനല്ല, എന്റെ മോൻ. എല്ലാവരും വിട്ടോ, പോയിക്കോ. അതെ, പാമ്പ് പിള്ള പോണത് കോർക്കായോ? കുടിച്ചു വില്ല് പോലെ ആയി. എന്നെ വില്ല് പോലെ ആക്കിയത് അവളാ. ഞാൻ ഒരുപാട് സ്നേഹിച്ച്. അവൾ പോയി. പോട്ടെ പുള്ളി. അയ്യോ പാവം. വിണ്ണളക്കാം കടലളക്കാം, പെണ്ണിനെ ആർക്കാനളക്കാനാവൂ. വിണ്ണളക്കാം കടലളക്കാം. മരം കൊത്തുമണി കള്ളം മെമ്പറേ, അവൻ അടിക്കട്ടെ. കറണ്ട് പോയ മെമ്പർമാർക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് വരെ കഴിക്കാം. വോട്ടർമാർ അറിയുന്നില്ലല്ലോ. പാർത്തം പിള്ള വീണു. ഈ ഒരു രാത്രി നിന്റെ അമ്മാവനെ ഇരുട്ടത്തിരിക്കട്ടെ. കറണ്ട് പോയതും എന്റെ അമ്മയെന്ന് വിളിച്ചിട്ട് അപ്പോ ഒരു പിഴല. എന്റെ അമ്മയെ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. മതി മമ്മി. എന്താ ആർക്കും ഭക്ഷണം ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടായില്ല. അതുകൊണ്ടൊന്നും ബാക്കിയായില്ല. അയാൾ ഇരട്ടി തടഞ്ഞു വീണപ്പോ അറിയാതെ ചെന്ന് തലയ്ക്കൊരു അടി കൊടുത്താലൊന്നും വിചാരിച്ചതാ. മതി, നമ്മൾ ആരോടും പ്രതികാരം തീർക്കാനൊന്നും പോകണ്ട. സത്യം പറഞ്ഞ അമ്മാവൻ വീണതിൽ അമ്മയ്ക്ക് നേരിയ വിഷമമുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാതിരിക്കുക. എന്തൊക്കെ കാണിച്ചാലും ഒരു അമ്മ പെറ്റതല്ലേ ഞങ്ങള് രണ്ടുപേരെയും. ഈ ഒരു സ്നേഹം ഇങ്ങോട്ടില്ലല്ലോ. എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്താലും എന്നും ആ കംസനങ്ങളുടെ ഫാനാണമ്മ. ഞാൻ വെറുതെ എന്താ ഇവിടെ കണ്ടിട്ട് 3 പേര് അന്തം വിട്ട് നിൽക്കുന്നത്? ഇത് നമ്മുടെ പാൽക്കാരി തങ്കമണിയുടെ അനിയത്തിയാ, വർഷ. കാളക്കുട്ട അവനെത്തി. ഈ അനിയനും ചേട്ടനും മിക്കവാറും ഞാനൊരു ദിവസം വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ വേണ്ട, നേരെ ചെന്ന് കാല് പിടിക്കാം. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. കുടുംബത്തോടെ വരണ്ട, ചേട്ടൻ മാത്രം വന്നാ മതി. വേണ്ട, എനിക്കൊരല്പ തിരക്കുണ്ട്. തൽക്കാലം ഞാൻ പറയുന്നത് ചേട്ടൻ അങ്ങോട്ട് കേട്ടാ മതി. അതെ, ഞാനൊരു അവിവാഹിതനാണ്.
ഞാൻ ഇതുവഴി വരുന്നത് തങ്കമണിയെ കാണാൻ തന്നെയാണ്. ഞാൻ തങ്കമണിയെയും തങ്കമണി എന്നെയും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഞാൻ അവളെ കെട്ടും. അതിന് ചേട്ടൻ ആ സാധനത്തെ വീട്ടിൽ കെട്ടിയിടണം. മനസ്സിലായല്ലോ? ലോകത്ത് ഒരു പ്രണയകഥയിലും കാണില്ല കാമുകി കാമുകന്മാർക്കിടയിൽ കാള വില്ലനാകുന്നത്. ഞാൻ പോവാ തന്നെയാണ്. മര്യാദയ്ക്ക് പറഞ്ഞ തനിക്കൊന്നും മനസ്സിലാകില്ലേ? രണ്ടിന്റെ പേരിൽ വധശ്രമത്തിന് കേസ് കൊടുക്കും ഞാൻ. വകുപ്പാണെന്നറിയോ? കാളകുത്തി കൊന്ന കേസില്ല. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ ഉടനെ വർക്ക് പോയിട്ട് ഓ കള്ളൻ. എന്റെ ഈശ്വര, ഇവന്മാരത് എന്തിനുള്ള പുറപ്പാടാണാവോ? ആഹാ, നീ പെട്ടെന്ന് വന്നല്ലോ. പാൽ എല്ലാവർക്കും കൊടുത്തോ? ഓ എന്റെ ഈശ്വര, പാൽ അത്ര ഇതിനകത്തുണ്ടല്ലോ. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? പഠിച്ചോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാറില്ല. പഠിച്ചു വല്ല ജോലിയും കിട്ടിയാ ഇവൾക്കെങ്കിലും ഒരു ജീവിതാവില്ലേ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ കുടുംബത്തിലെ ഒരു ഈരുകാലികളും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ആ നാൽക്കാലികള് ഒരു മടിയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അകട് ചേർത്തി തന്നിട്ടുണ്ട്. നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വലിയ ആശ്വാസമായി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിത് അതുങ്ങൾക്ക് കൊടുക്കട്ടെ. പശുക്കളൊക്കെ എന്തു പറയുന്നു തങ്കമണി? അതിന് പശുക്കൾ സംസാരിക്കാറില്ലല്ലോ. എന്നാര് പറഞ്ഞു തങ്കുണി? ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ, അത് ശരിയാ. കന്നുകാലികളുടെ ഭാഷ കന്നുകാലികൾക്കല്ലേ അറിയൂ. എനിക്കിട്ട് പണി തന്നാണല്ലേ. തങ്കുണി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. വധഭീഷണി പോലും പേടിക്കാതെയാണ് ഞാൻ ഇവിടെ നിന്നെ കാണാൻ വരുന്നത്. എന്റെ ഉള്ളിൽ ആഗ്രഹം പെട്ടെന്ന് ചോദിച്ചറിഞ്ഞ് എനിക്കൊരു മറുപടി തന്നില്ല എങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടൊരു കാമുകനെ കാള കുത്തിക്കൊന്ന് എന്ന് നിനക്ക് കേൾക്കേണ്ടി വരും. തങ്കുണി, തങ്കു. സംഭവിച്ചതെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോ ട്രീസ മാഡം, ഹെൻറി സാറും മറ്റെല്ലാവരും ഞങ്ങൾ വെറുത്തു. ഞങ്ങൾ ക്ലാസ്സിൽ കയറാതെ ഹോസ്റ്റലിൽ തന്നെ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ കിടന്നു. ഞങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല. കാരണം ഞങ്ങൾ 3 പേരും ക്യാമ്പസിന് വേണ്ടായിരുന്നു. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടപ്പോ ആദ്യം നികിതയും ഷീനമോളും വീട്ടിലേക്ക് പോയി. പിന്നെ എനിക്ക് മാത്രം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാ ഞാനും വീട്ടിലേക്ക് പോകുന്നത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞത് സ്റ്റഡി ലീവാന്നാ. പാവം വിശ്വസിച്ചു. ഞങ്ങൾ 3 പേരും കാണിച്ച തെറ്റുകൾക്ക് മാപ്പ്. വെരി ഗുഡ്. ഇവൾക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാ.